ഒമാനിലെ കലാ-സാംസ്കാരിക ഭൂമികയിൽ തിളങ്ങുന്ന ഏടായി സംഗമം 2025 അരങ്ങേറി. കൈരളി ഒമാൻ നേതൃത്വത്തിൽ മസ്കറ്റിലെ അൽ ഫലാജ് ഹാളിൽ ഏപ്രിൽ 18 വെള്ളിയാഴ്ചയാണ് പരിപാടി നടന്നത്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നുള്ള കൈരളി അംഗങ്ങളുടെ കുടുംബ സംഗമം എന്ന നിലയിൽ കൂടിയാണ് മേള സംഘടിപ്പിച്ചത്. മേളയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സന്ധ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ പ്രവാസികളെന്നാൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കലാപ്രവർത്തകർ മാത്രമാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ച പരിപാടികൾ എല്ലാം തന്നെ അതിന്റെ കലാപരമായ ഉള്ളടക്കം, ആശയപരമായ ഗാംഭീര്യം, അവതരണ മികവ് തുടങ്ങി എല്ലാ കാര്യത്തിലും ഉന്നത നിലവാരം പുലർത്തിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പ്രവാസലോകത്തെ മുഴുവൻ കലാകാരന്മാരെയും കലാകാരികളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. അദാകാമുൽ അൽ ദഹാബിയ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി CEO ഡോക്ടർ സാലിം അബ്ദുള്ള അൽ ഷാൻഫാരി, കൈരളി പ്രതിനിധികളായ വിൽസൺ ജോർജ്, K സുനിൽകുമാർ, മൊയ്തു CK, സുധി പത്മനാഭൻ, അനു ചന്ദ്രൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം ജോർജ് ജോസഫ്, സംരംഭകൻ സന്തോഷ് ഗീവർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൈരളി കുടുംബാംഗമെന്ന നിലയിൽ 3 ദശകങ്ങൾ പിന്നിട്ട മുതിർന്ന അംഗങ്ങൾ, വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങൾ, നവകേരള പ്രശ്നോത്തരിയിൽ മികച്ച പ്രകടനം നടത്തിയ ബാലസംഘം കുട്ടികൾ തുടങ്ങിയവർക്ക് പരിപാടിയിൽ മൊമെന്റോകൾ സമ്മാനിച്ചു. ഗൾഫ് ദേശാഭിമാനി ഓണം 2024നോടനുബന്ധിച്ച് GCC തലത്തിൽ നടത്തിയ ഓണം ദേശാഭിമാനിക്കൊപ്പം ചിത്രരചനാ മത്സരത്തിന്റെ ആദ്യ അവാർഡ് സംഗമം വേദിയിൽ വച്ചു നൽകി. 1ാം സ്ഥാനം നേടിയ ഒമാൻ പ്രവാസിയായ ഷിജീഷിനാണ് മൊമെന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ M സ്വരാജ് സമ്മിച്ചത്. മസ്കറ്റ് ബാലസംഘം സംഗമവേദിയുടെ പ്രവേശകവാടത്തിലൊരുക്കിയ നോ ടു ഡ്രഗ്സ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ M സ്വരാജ് കയ്യൊപ്പ് ചാർത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു. ദോഫാർ ഒഴികെ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നെത്തിയ 500-ലധികം കലാകാരന്മാർ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ആരംഭിച്ച പരിപാടി രാത്രി 12 വരെ നീണ്ടു. പൃഥ്വിരാജ് നായകനായ കടുവയിലെ പാലാപ്പള്ളി ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തനായ അതുൽ നറുകരയുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് സംഘത്തിന്റെ സംഗീത പരിപാടിയോടെയാണ് സംഗമത്തിന് തിരശീല വീണത്. നൃത്തനൃത്യങ്ങൾ, നാടൻ പാട്ടുകൾ, ഹ്രസ്വനാടകങ്ങൾ, നുറുങ്ങു പ്രശ്നോത്തരികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഗമത്തിൽ അണിയിച്ചൊരുക്കിയിരുന്നത്.